ഇനി രാവിലെ തന്നെ മഴ കേട്ടോ. ഇതാണ് കറക്റ്റ് ചിങ്ങത്തിലെ മഴ. വലിയ മഴയൊന്നുമല്ല, ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ പണിയേ ഇതാ കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചേന വിളവെടുപ്പാണ്. അപ്പൊ കറക്റ്റ് നമ്മള് കുംഭത്തിൽ നട്ട ചേന നമ്മുടെ ചിങ്ങത്തില് ഓണച്ചന്തയ്ക്കൊക്കെ വിളവെടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം ചേന പറിച്ചു നോക്കിയാൽ അറിയുള്ളൂ കേട്ടോ എങ്ങനെ ഉണ്ട് ചേന, വലുപ്പുണ്ടോ, എന്താ നാസർക്ക് സ്ഥിതി. അപ്പൊ നാസർക്ക് തുടങ്ങിയിട്ടുണ്ട്. നാസർക്ക് അതാ ചോടൊക്കെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുക. എന്താ നാസർക്ക് ചേന്റെ സ്ഥിതി? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് നല്ല അടിപൊളി ചേന കിട്ടിയത് ഈ സമയത്ത്, ചിങ്ങത്തില് വിളവെടുത്ത സമയത്ത്. ഇപ്രാവശ്യം ചെറിയൊരു പണി കിട്ടിയത് നമുക്ക്. പണിയല്ല, നമ്മളെ ചേന കണ്ട ചേനന്റെ ഒക്കെ ഇല നോക്ക്, ഒരു ചീച്ചിൽ വന്ന പോലെ. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇടവേളയായിട്ട് ബീൻസ് ചെയ്തിട്ട്, ബീൻസ് അത്യാവശ്യം നല്ല വിളവ് കിട്ടി. അപ്പം അതെങ്ങനെ എന്താ പറയുക, 1.5 മാസം നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നിർത്തിയത് കൊണ്ട് അതിന്റെ ഒരു ഷെയ്ഡിലും ചോലയിലൊക്കെ ആയിപ്പോയി നമ്മുടെ ചേന. അപ്പൊ കറക്റ്റ് സമയത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ചേന വലുപ്പം ഉണ്ടാകാൻ ചാൻസ് കുറവല്ലേ. ധനാസർക്ക് ഒന്നും ഇവിടെ പറക്കിയിട്ട് നോക്കട്ടെ, തണ്ടി കേട്ടെ. ചെറിയ മഴ ഉണ്ട് അതുകൊണ്ട് കേട്ടോ തൊപ്പി മാറിയുണ്ട്. അതിലെ മണ്ണിക്കോ എടുക്കട്ടെ. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേന. വലുപ്പുണ്ട്. ഈ സമയത്ത് നല്ല വേരും അതാ കുഴപ്പമില്ല. ഇതുപോലെ മണ്ണും ഉണ്ടാവും, അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്യണം. ഇതാ വലിയ വലിപ്പമല്ല എന്നാലും കണ്ടില്ല. അതുണ്ട്. ശരിക്കും ചേനക്ക് ഡിമാൻഡ് ചെറിയ ചേനക്കാ. വലിയ ചേനക്കാട്ടി ഒരാൾക്ക് മൊത്തത്തിൽ ചേന വാങ്ങിക്കുമ്പോ ഇതുപോലെ ചേന നല്ലത്. ഇതിളക്കി വെച്ചാ ഇത് തണ്ടൊന്ന് ചീഞ്ഞു പോയതാ. ഇത് മീഡിയം ചേന. കറക്റ്റ്. എന്നാലും ഇപ്രാവശ്യം വേര് കുറവാല്ലേ. നേരത്തെ നട്ടതൊക്കെ ക്ലിയർ ആയി, പക്ഷെ നമുക്ക് എന്തായി പണികൾ എടുക്കാൻ പറ്റിയില്ല. അതാണ് അസർക്ക് ഇപ്പൊ ലാസ്റ്റ് വെച്ചാണ് മണ്ണ് കയറ്റി നമ്മള് ബീൻസ് ഒക്കെ കളഞ്ഞിട്ട്. ഇതുകൊണ്ട് മാത്രമായിട്ട് ചേന വലുപ്പം കുറഞ്ഞ് ഇളക്കി വെച്ചാ. ഇത് ഡബിൾ ഉണ്ടല്ലോ. പക്ഷെ കഴിഞ്ഞ ആഴ്ച നല്ല വലിയ ചേനയും കേട്ടോ. ഈ സമയത്ത് പറിച്ചപ്പോള് ഇതും കുഴപ്പമില്ല, ഒക്കെ മേടിയനാ. ഒക്കെ നമുക്ക് ഇതാ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. ഒക്കെ അങ്ങോട്ട് ഇടാ. ഇതിലൊരു ചെറുതും ഉണ്ട്. ഇതാണ് ഏറ്റവും ഡിമാൻഡ്, ഇങ്ങനത്തെ ചെറിയ ചേന. ഒരാൾക്ക് മൊത്തത്തിൽ ഒന്നായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു പോവാ. മറ്റേ മുറിക്കേണ്ടി വരും വലുതൊക്കെ. അപ്പൊ നമ്മളിതാ ഈ സൈഡിൽ ഇത് ഇവിടെ നിർത്താൻ ആശ്രക. ഈ കാണുന്നില്ലേ, ഇത് നമ്മൾ കുറച്ച് വിത്തിന്, ഇത് 2 ഐറ്റം ചേന നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമാകുന്ന ചേനയാണ്. അപ്പൊ ഇതിന്റെ വിത്തിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ ഇങ്ങനെ നിർത്താം. ബാക്കി സ്ഥലത്തൊക്കെ നമുക്ക് വേഗം പച്ചക്കറി നടണം. പിന്നെ നമ്മളെ റെയിൻ ഷെൽറ്ററിന്റെ ഉള്ളിലാണ് ബാക്കി ചേനകൾ. ഇവിടുന്ന് കാണുന്നറിയില്ല, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഭംഗി കാണല്ലേ. ഈ ഹോളിലൂടെ വെച്ച് കാണിച്ചിട്ട് അവിടെ ചേനയും ചേമ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിപ്പോ നമ്മള് പറിക്കുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് വിത്തിനും പിന്നെ ലാസ്റ്റ് വെച്ച് നമ്മൾ ചേന പറിക്കുന്ന സമയം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കുറച്ച് കൊടുക്കാനും ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ വിത്തിനാ. അപ്പൊ കൃഷിഭവൻ ചോദിച്ചത് നമുക്ക് എത്ര ചേന ഉണ്ടാവുന്നൊക്കെ. അപ്പൊ കണക്കൊന്നും പറയാൻ പറ്റിയില്ല. ഇപ്രാവശ്യത്തെ ചേനയുടെ വിളവ് എങ്ങനെയാണെന്നും നമുക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. എന്നാലും ഇതാ കണ്ടില്ലേ, അത്യാവശ്യത്തിന് വലുപ്പമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വൃത്തിയാക്കിയ കറക്റ്റ് അറിയാം. പക്ഷെ പുതിയൊരു വേരല്ലേ എന്റെ നാസർക്ക് ഉണ്ടായാലും അധികവും അത് കുറവാ. അങ്ങനെയല്ല, ഭയങ്കര വേരലുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ. അത് കറക്റ്റ് പാകമായിരിക്കും. അതായത് നമ്മൾ പറിക്കാനുള്ള സമയമായിരിക്കും കറക്റ്റ് നമ്മൾ നട്ട് വെച്ച് നോക്കുമ്പോ. പക്ഷെ ഇടവേള ചെയ്ത് നമ്മൾ ബീൻസ് ചെയ്ത്, ബീൻസിന് അത്യാവശ്യം നല്ല വരുമാനം കിട്ടി. അപ്പൊ ചേന ചെറുതായി, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമുക്കിന്ന് പറിച്ചെടുക്കാനുള്ള. ഇത് വലുപ്പുണ്ടല്ലോ. ഇതാ 2 ഡബിളാ. 2 ഉണ്ടല്ലേ, കണ്ടില്ലേ. ഇത് 2 ചേർന്നുണ്ടായിട്ട് 3 ഉണ്ട്. ഒരു ചെറുതും ഉണ്ട്. ഈ ചേനക്ക് നല്ല അടിപൊളി ചേനയാണ്. ഈ സമയത്തെ ഒന്ന് ചേനക്ക് നല്ല ഡിമാൻഡാണ്. ഓണത്തിന് അധികം ആരും ചേന ഇങ്ങനെ കളയ്ക്കാനുള്ള കറക്റ്റ് കുംഭത്തിൽ നട്ടാലേ കറക്റ്റ് നമുക്ക് ഈ സമയത്ത് കളിക്കാൻ പറ്റുള്ളൂ. കളിക്കാൻ പറിക്കാനൊക്കെ പറയാട്ടോ പറ്റുള്ളൂ. അപ്പൊ അത് എല്ലായിടത്തും കുറവാണ്. അപ്പൊ നമ്മളെ കുറെ ആളുകളൊക്കെ വിളിച്ചു. നമ്മൾ പച്ചക്കറി ഇതായിട്ട് കൊടുക്കുന്ന കടയിലുള്ളവരൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും നമുക്ക് കൃഷിഭവന്റെ ഓണച്ചന്തയെ കൊടുക്കണം.
പിന്നെ കുടുംബശ്രീക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം നാളെയാണ് നമ്മൾ പറിക്കുന്നത്, നോക്കിയിട്ട് ഉള്ളത് എല്ലാവർക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം കളിച്ചിട്ട് വേഗം ചന്തയിൽ എത്തിക്കാം. എന്താ ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല വണ്ണൊക്കെ ഉണ്ട്, തണ്ടിനൊക്കെ വണ്ണുണ്ട്. ഈ ചേന എന്താന്നറിയില്ല. പിന്നെ നല്ല ടേസ്റ്റ്, നല്ല പൊടി ഉണ്ടാവില്ല ഈ സമയത്ത് ചേന അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ചേനക്ക് അടിയായിരുന്നു ചന്തയില്. നമ്മൾ ആദ്യം കൊണ്ടേ കൊടുത്തിട്ടേ ഒരു വട്ടം കൊണ്ടുവരും, പിന്നെയും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. നല്ല അടിപൊളി ചേന, നല്ല പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടുന്ന ചേന. അങ്ങനത്തെ ഇതല്ലല്ലോ. പക്ഷെ മണ്ണ് നല്ല ലൂസ് മണ്ണ്, വേഗം തട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചൈനീസ് ക്യാബേജോ അല്ലെങ്കിൽ ഇതോ ബ്രൊക്കോളി ഏതെങ്കിലും പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. ഈ ഒരാഴ്ച കഴിഞ്ഞ് മഴ ചെറുതായിട്ടൊന്ന് മാറി അപ്പം തന്നെ നമ്മള് ശീതകാല പച്ചക്കറികൾ ഇവിടെ നട്ടു തുടങ്ങും കേട്ടോ. ആയോ? നമുക്ക് തണ്ട് വെട്ടാതെ പൊന്തിച്ചെടുക്കാം. ഭയങ്കര വെയിറ്റാ കേട്ടോ. തണ്ടിന്റെ വെയിറ്റ് ഉണ്ട്, പക്ഷെ നല്ല ചേനയാണ്. ഇതാ ഈ റേഞ്ച് കിട്ടണല്ലോ കാസർഗ. അത്യാവശ്യം നല്ല ചേന. ഇവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അല്ല അതിങ്ങനെ കുഴപ്പമില്ല. കത്തിയോടെ ഇട്ട്. പിന്നെ നമ്മള് ചേന നട്ട സ്ഥലം നോക്ക്, നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ്. പന്നി അത്രയുണ്ട് തോട്ടത്തില്. എന്താണ് അസുഖം, തേങ്ങയൊക്കെ ഉണ്ടല്ലേ പന്നി കഴിക്കുന്നത്. തേങ്ങ കറക്റ്റ് നമ്മള് മനുഷ്യന്മാർ പൊളിച്ച പോലെ കറക്റ്റ് പൊളിച്ചിട്ടാണ് ഇപ്പൊ തേങ്ങയൊക്കെ തിന്നുന്നത്. ഏത് ഉണങ്ങിയ തേങ്ങയൊക്കെ തിന്നുന്നത്. അപ്പൊ ഇവിടെ ആയതുകൊണ്ട് റെയിൻ ഷെൽട്ടറിൽ ആയതുകൊണ്ട് നമുക്ക് ഈ ചേന കിട്ടിയത് കേട്ടോ. തോട്ടത്തിനുള്ളിലാണെങ്കിൽ എന്തായാലും നമുക്ക് ചേന കിട്ടൂല. ഇതാണ് കർഷകന്റെ ബുദ്ധിമുട്ട്. ചെയ്ത് വീടിന്റെ മുറ്റത്തെത്തി. ആദ്യമൊക്കെ നമ്മൾ തോട്ടത്തില് നല്ല രീതിയിൽ ചേന ചെയ്തിനു. പന്നിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചേന, ചേമ്പ്. പിന്നെ നമ്മളെ വെള്ളക്കൂവ. അതുകൊണ്ടാണ് വെള്ളക്കൂവ നമ്മൾ ചാക്കിലാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പൊ വേണ്ടില്ലേ, ചെറിയ റേഞ്ച് കിട്ടിയാൽ അത്യാവശ്യം നല്ല വിളവായിരിക്കും. വലിയ ചേന ഇതൊക്കെ നടുമ്പോ ചെറിയ നമ്മൾ കഷ്ണം വെച്ച് മുറിച്ച് നടുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടാണ്. അതിന് കിട്ടിയ ചേന ഇട്ടത് അത്. അപ്പം ഈ ചേനയുടെ തണ്ട് മുയലൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മളെ പടുതാക്കുളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ തിലോപ്പികൾ നല്ല കഴിക്കും. ഇതിന്റെ ഇലകളൊക്കെ ഇതാ കണ്ടില്ല, അതാണ് വേണ്ടി ഇത് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മൾ ചേമ്പിന്റെ ഇലയൊക്കെ വെച്ച് കൊടുക്കുന്നതന്നെ ചേനേന്റെ ഇലയും കഴിക്കും. ഇവിടെ നോക്കുക, ഒരു ചേന നമ്മൾ നട്ടണമെന്നല്ല, എങ്ങനെ വിത്ത് ഇവിടെ ഇങ്ങനെ ആയിട്ട് മുളച്ചാണ്. പക്ഷെ കല്ലിന്റെ ഉള്ളിലൊക്കെയാണ്. ഇതെന്തായാലും നമുക്ക് നമ്മൾ ആവശ്യത്തിന് ഇടയ്ക്ക് കളിച്ചെടുക്കാം. എപ്പടം നിന്നോട്ടല്ലേ. ഇവിടെ മധുരക്കിഴങ്ങിന്റെ വള്ളികളായിരുന്നു, മാറ്റിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നതാണ്. ഈ ലൈനും കൂടെ പറിക്കാൻ ശ്രമിക്ക. ഇതും കൂടെ മറ്റേ ചേമ്പാട് നിന്നോട്ടെ. ചേമ്പ് നമ്മൾ പച്ചക്കറി നടുന്ന സമയം നോക്കിയിട്ട് പറിക്കാം. അവരുള്ളത് അവിടെ നിന്നാല് ഇത് വരാനുണ്ട്. ഇന്ന് മതി. മറ്റേ ആ സൈഡിലുള്ളത് വിത്തിന് നിന്നോട്ടാ. ചേനക്കൃഷിക്ക് പിന്നെ വലിയ ചെലവ് വരില്ല. നമ്മൾ നട്ടു കൊടുക്കുക, അധികവും നമ്മൾ ജൈവവളം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു മണ്ണ് കയറ്റുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നല്ലൊരു വരുമാനം തരുന്ന ഒരു കൃഷിയാണ് ചേന. ചേന പിന്നെ സീസൺ നോക്കി ചെയ്യണം. കണ്ടില്ലേ, നിറച്ച് മണ്ണിര നോക്ക്, ഇതൊക്കെ മണ്ണിര. ഇതാ കണ്ടില്ലേ, നല്ല വലുപ്പമുള്ള മണ്ണിര. പിന്നെ കുറെ ആളുകൾ ചേനക്കൃഷിന്നും ചേമ്പ് കൃഷിന്നൊക്കെ മാറി നിൽക്കുന്നത് വേറെ ഒന്നുമില്ല, പന്നി ശല്യം കൊണ്ടാണ്. നമ്മൾ ഈ മെനക്കെട്ട് ഇതൊക്കെ ചെയ്തിട്ട്
ഒരൊറ്റ രാത്രി മതി പന്നി ഒന്ന് നിരത്താൻ. ഞങ്ങൾ തന്നെ പല പരീക്ഷണങ്ങൾ നടത്തി ലാസ്റ്റ് എല്ലാം പരാജയപ്പെട്ടിട്ടാണ് അങ്ങനെ മുറ്റത്ത് കൊടുത്തിട്ട് മുറ്റത്തിന്റെ സൈഡിലായിട്ട് ചേന ചെയ്യേണ്ടി വന്നു. ഇവിടെ പിന്നെ നമ്മൾ ലൈറ്റ് ഇട്ട് വെക്കും. നമ്മള് മകരത്തിലൊക്കെയാണ് വിത്തിനുള്ള ചേന ഇളക്കി. ആ സമയത്ത് ഇതുപോലെ വേരുണ്ടാവില്ല കേട്ടോ എത്ര. ഈ ഒരു സമയത്ത് ഇതിന്റെ തണ്ട് ചീഞ്ഞു പോയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വേര്. അത് കണ്ടില്ല, ഇത് നല്ല പച്ചയില നിൽക്കുന്നത്. പിന്നെ ഇതിങ്ങനെ അലിത്ത് പോയിട്ട് നമ്മളിത് കാണാതാവും. അപ്പൊ നമ്മളിവിടെ ഈ കാണുന്നതിനൊക്കെ നമ്മള് കമ്പുകളൊക്കെ കുത്തിയിട്ട് അടയാളം വെക്കണം. മറ്റേ ഇതിന് മുകളിലൂടെ നമ്മൾ എന്തായാലും പച്ചക്കറി നട്ടുകൊടുക്കും. അപ്പൊ ഈ ഒരു സമയത്താണ് ഇങ്ങനെ വേരുണ്ടാവും. അപ്പൊ നല്ല ക്ലീൻ ചെയ്താൽ നമ്മളെ ചേന കണ്ടില്ല. ഇതൊക്കെ കുറെ വേര് പോയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നമുക്ക് ട്രോളി കൊണ്ടുവച്ചിട്ട് കഴുകാൻ കൊണ്ടുപോകണം. ഇതൊക്കെ സൂപ്പർ ചേന. കിട്ടിയിൽ ഏറ്റവും വലുത് അതിപ്പോ ഇതുവരെ കിട്ടിയില് അത് പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അവിടെ അവിടെ കുറച്ച് നല്ല മണ്ണുള്ള ഉണ്ട്. അപ്പൊ നമ്മള് ചേന കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടോ. ഇപ്പൊ കണ്ടില്ലേ, നല്ല തെളിഞ്ഞ് കാണില്ലേ. കഴുകാൻ ആരും വന്നില്ല, ഞാനും നാസർക്കി മാത്രം കേട്ടോ. കുഞ്ഞോളി ഉമ്മാനൊക്കെ വിളിച്ചിട്ട് എല്ലാരും ചൊറി നിറഞ്ഞ് മാറിയെന്ന്. ചെറിയ ചൊറിച്ചിലുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ഇപ്രാവശ്യം കളച്ച് നല്ല വലുപ്പമുള്ള കിട്ടിയല്ലേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അധികവും ഇതേ റേഞ്ചുള്ള ചേനയായിരുന്നു. ഇപ്രാവശ്യം വിളവ് കുറവാണ്. വേറെ ഒന്നല്ല, നമ്മൾ അതാണ് ഇങ്ങനത്തെ ചെറുതാണ് ഇഷ്ടം പോലെ ഉള്ളത്. അതെ, നാസർക്ക് ഒന്ന് കഴുകിയത് കൊണ്ടിരുന്നുണ്ട്. ഇതൊരു മേടി അതെ ഈ റേഞ്ച് കിട്ടിയാലും മതിയായിരുന്നു. അപ്പം ഇതിലും ചെറുതും ഉണ്ട്, ഇതേ വലുപ്പമുള്ളതുണ്ട്, നല്ല വലുപ്പമുള്ളതൊക്കെ ഉണ്ട്. നമ്മള് ബീൻസ് ഇടവിലായിട്ട് ചെയ്തോണ്ടേ കറക്റ്റ് സമയത്ത് നമുക്ക് പണിയെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഓണച്ചന്തയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ പറിച്ചു തന്നെ. കൃഷിഭവന്റെ ചന്ത നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളെല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ചേനയും മറ്റെല്ലാ പച്ചക്കറികളൊക്കെ കൊടുക്കുന്നത് കൃഷിഭവന്റെ ഓണച്ചന്തയിലാണ്. അപ്പൊ സാറ് പ്രത്യേകം പറഞ്ഞിട്ട് ചേന ഒഴിവാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. കുറച്ചും കൂടെ ആവാനുണ്ട് സാറേ എന്നൊക്കെ പറഞ്ഞതാ. അപ്പൊ അത് കുഴപ്പമില്ല, നമുക്ക് ചന്തയിൽ കൊടുക്കാനുള്ള ചേന ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ചെറിയ ചേന കണ്ടാൽ ചോദിക്കും ഇത് എന്തിനാ ഇപ്പൊ പറിച്ചതെന്ന്. നമ്മളൊരു ഭാഗം തീർത്ത് പറിച്ചതുകൊണ്ടാണ് ഇതുപോലെ ചെറുതും. അപ്പൊ അതിന്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇതുപോലെ മീഡിയം ആയിട്ടുള്ള വലുതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്താലേ നമുക്ക് ആ സ്ഥലത്ത് അടുത്ത പച്ചക്കറിയൊക്കെ നട്ടു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു ഭാഗം തീർത്ത് വെച്ചു. അപ്പൊ അതിൽ ഇതുപോലെ ചെറുതൊക്കെ പെട്ടുപോയിട്ടുണ്ട്. എന്നാ വീഡിയോ നിർത്തിയിട്ട് വേഗം ചന്തയിൽ ഇത് എത്തിക്കട്ടെ. കുറച്ചും കൂടെ നാസറൊക്കെ കഴുകുന്നുണ്ട്. എന്തായാലും ഈ ട്രോളി മുഴുവനായിട്ട് കൊള്ളില്ല, കുറച്ചും കൂടെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുവരാനുണ്ട്. എന്തായാലും കിട്ടിയ ചേനയൊക്കെ വലിയ തെറ്റൊന്നുമില്ല അല്ലേ. ഇതുപോലെ വലുതൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് സമാധാനമായി. പിന്നെ കൃഷി അങ്ങനെ തന്നെയാണ്. ചില സമയം നമുക്ക് എന്ത് ചെയ്യാം, നല്ല വിളവ് കിട്ടും. ചില സമയം ഒരു ആവറേജ് വിളവ് കിട്ടുള്ളൂ. എന്നാലും ഇത് നമുക്ക് ഒരു ആവറേജ് വിളവ് എന്ന് പറയാം. എന്താ വെച്ചാൽ ചെറുതും ഉണ്ട്, ഇതുപോലെ മീഡിയനും ഉണ്ട്, നല്ല വലുതും ഉണ്ട്.